നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒത്തിരി പണിയാണ്, വീശണം, അടിക്കണം, ഇതൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ വേഗത്തിൽ നമുക്ക് പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം ഭക്ഷണശാല എന്നൊരു ചാനലുണ്ട്, അതൊന്ന് കാണണമെന്ന് കേട്ടോ. അതുപോലെ ഒന്ന് ലൈക്കും ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊറോട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ 1/2 കിലോ ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തത് കേട്ടോ. മൈദ വേണമെങ്കിൽ മൈദ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടു, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, നെയ്യ് ആവശ്യത്തിന് കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. പിന്നെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തത്, അതും ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇപ്പോൾ ഒഴിച്ചു. നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ കയ്യിൽ പുരട്ടാം, നല്ലപോലെ പുരട്ടേണ്ടി വരും. അതുകൊണ്ട് കുറച്ചേ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു. പിന്നെ കോഴിമുട്ട ഒരു മുട്ട, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ്, പഞ്ചസാര, നെയ്യ്, വെജിറ്റബിൾ ഓയിൽ, ഒരു കോഴിമുട്ട, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മാവ് ഞാൻ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പാലാണ്. പാലെന്ന് പറയുമ്പോൾ 1/2 കപ്പ് പാല്, 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ചൂടാക്കിയതാണ്. തിളച്ച പാലല്ല, ചെറിയ ചൂട് പാലിൽ കുഴയ്ക്കുമ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മാവ് ഞാൻ പാല് ചേർത്ത് കുഴയ്ക്കുന്നത്. പാല് നല്ല കട്ടിപ്പാലല്ല കേട്ടോ, വെള്ളം ചേർത്ത് ചൂടാക്കിയ പാലാണ്. കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. കുഴക്കണമെന്ന് പറഞ്ഞാൽ ചപ്പാത്തിയുടെ ആ ഒരു പാകമല്ല, അതിനേക്കാളും കുറച്ചും കൂടി ലൂസാക്കണം കേട്ടോ മാവ്. അത് നമ്മളിങ്ങനെ മാവ് കുഴച്ച് വരുമ്പോൾ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അതിങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു പാകമാക്കണം കേട്ടോ. കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ ചപ്പാത്തി സോഫ്റ്റായി കിട്ടില്ല. ഇവിടെ നമുക്ക് റെഡിയാക്കി വെക്കാം. നന്നായിട്ട് കയ്യിൽ എണ്ണ പുരട്ടി വേണം കുഴയ്ക്കാൻ കേട്ടോ. ഇതൊരു 4 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഞാൻ 10 മണിയായപ്പോഴേക്കും മാവ് തയ്യാറാക്കി വച്ചു. ഇപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം ഞാൻ വന്ന് ഇത് ഓപ്പണാക്കി നോക്കി. അടച്ചു വെക്കണം കേട്ടോ മാവ്. ഇനി കയ്യിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയില്ലെങ്കിൽ മൈദ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് എണ്ണ നല്ലപോലെ പുരട്ടിക്കോളൂ. മാവിൽ നമ്മൾ ആദ്യം ഒഴിക്കുന്നത് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് കയ്യിൽ നല്ലവണ്ണം പുരട്ടി കുഴച്ചാൽ മതി കേട്ടോ. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പിലോ എവിടെയാണോ നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ അവിടെ ഇച്ചിരി മാവിങ്ങനെ മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടങ്ങ് കുഴച്ച് കൊടുക്കാം. കയ്യിൽ നല്ലപോലെ ഓയിലിട്ടിട്ട് നല്ലപോലെ അങ്ങ് കുഴച്ചെടുക്കും കേട്ടോ. മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഈ 4 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വന്നതുപോലെ ഉണ്ടാവും. ഞാൻ ആ ബൗൾ വെച്ച് മൂടി വെച്ചിട്ട് പോയിട്ട് വന്ന് എടുത്തപ്പോഴേക്ക് അതിങ്ങനെ പൊന്തി വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടങ്ങ് കുഴച്ച് കൊടുക്കുക. നല്ലപോലെ കുഴച്ച് ഈ ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല സോഫ്റ്റാണ്, നല്ല ലൂസാണ്. ഇത് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ബോൾസായിട്ട് ഉരുളകളാക്കി എടുക്കണം. ചെറിയ ഉരുളകൾ മതി കേട്ടോ. ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കുമ്പോൾ കുഞ്ഞു ചപ്പാത്തിക്ക് നമ്മൾ ഇട്ടിട്ടില്ലേ, അതിനേക്കാളും ചെറുതായിട്ടാണ് എടുക്കാറ്. ഇപ്പോൾ ഞാൻ ഇച്ചിരി വലിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. കാരണം വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു പുറത്തുനിന്ന് വാങ്ങുന്ന പൊറോട്ടയുടെ വലിപ്പം തോന്നാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലുതായിട്ട് എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ചെറുതാക്കി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ആ ചപ്പാത്തിക്ക് എടുക്കുന്ന ആ ഉരുളകളെക്കാളും വലുതായി പോകട്ടെ, ചെറുതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാ മാവും നമുക്ക് നന്നായിട്ടങ്ങ് ഉരുട്ടിയെടുക്കാം, ഉരുളകളാക്കി മാറ്റാം. ഇതുപോലെ നന്നായിട്ടങ്ങ് ഉരുട്ടിയെടുത്തുള്ളൂ. ഇത് വലിയ പാടൊന്നുമില്ല. രാവിലെ തന്നെ മാവ് കുഴച്ചിപ്പോൾ വൈകുന്നേരത്തേക്കാണെങ്കിൽ ഒന്ന് കുഴച്ച് വെക്കുക. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. എന്തായാലും ഒരു 2 മുതൽ 4 മണിക്കൂർ വരെ വയ്ക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ ഈസി ആയിട്ട് കുഴച്ചെടുക്കാം, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി നമുക്ക് ഇത് ഓരോന്നും പരത്തിയെടുക്കണം. ഇച്ചിരി മാവ് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിങ്ങനെ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തുക. കനം കുറച്ച് പരത്തിയെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കനം കുറച്ച് ഷേപ്പൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ടങ്ങ് പരത്തിയെടുക്കുക. ചപ്പാത്തിക്ക് എങ്ങനെയാണോ നമ്മൾ പരത്തുന്നത് അതുപോലെ തന്നെ പരത്തിയാൽ മതി. ഇതുപോലെ എല്ലാ ഉരുളകളും നമുക്ക് പരത്തിയെടുക്കണം. പരത്തിയിട്ട് ഓരോന്നും ഒരു പ്ലേറ്റിലോ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ സൈഡിലേക്ക് തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ.
ഇച്ചിരി മാവ് ഇങ്ങനെ പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ പരത്തിയ ആ ഒരു ഷീറ്റ്, ചപ്പാത്തിയുടെ ആ ഒരു ഷീപ്പിന് പരത്തിയത് അങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ നല്ലവണ്ണം സ്പ്രെഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് പുരട്ടി കൊടുക്കുക. കാരണം ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ പുറത്തുനിന്ന് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഏതെന്ന് വെച്ചാൽ അതിങ്ങനെ നല്ലപോലെ പുരട്ടി കൊടുക്കുക. നന്നായിട്ടങ്ങ് പുരട്ടിയിട്ട് അതിൻ്റെ പുറത്ത് ഒരു കുറച്ച് പൊടി ഒന്നും കൂടി ഒന്നങ്ങ് വിതറി കൊടുക്കണം. നമ്മുടെ മൈദ ഇവിടെ വെച്ചിട്ടില്ലേ, ഇങ്ങനെ ഈ ഒരു ഇതുപോലൊരു അരിപ്പയിലൂടെ നമ്മളിങ്ങനെ ഇടുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് വീഴ്ത്തുള്ളൂ, നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ അധികം ആകത്തുമില്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തത്. അടുത്ത ഉരുള ഇതുപോലെ തന്നെ പരത്തിയെടുക്കണം. കുറച്ച് ലൂസാണ് മാവ്, അപ്പോൾ നല്ലോണം പൊടിയിട്ടിട്ട് പരത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പൊടി കൂടിപ്പോകുന്നു വിചാരിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും വരില്ല. പൊറോട്ട ഉണ്ടാക്കാൻ ഒത്തിരി പൊടിയായി പോകും, ഇത് നന്നാവില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്ക്, അപ്പോൾ അറിയാം ഈസി ആയിട്ട് നമുക്ക് എത്ര സോഫ്റ്റായിട്ട് ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. ഇതിൻ്റെ പുറത്ത് ഇച്ചിരി പൊടിയൊന്ന് വിതറി കൊടുക്കാം. ഇനി ഇപ്പം നിരത്തിയ ഈ ചപ്പാത്തിയും ഇതിൻ്റെ മേലേക്ക് വയ്ക്കാം. ഷേപ്പ് ഒന്നും ഒരുപോലെ ഷേപ്പ് ആയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല. തിന്നായിട്ട് കട്ടി കുറച്ച് പരത്തിയെടുക്കണമെന്ന് മാത്രം. അടുത്തതും അതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടങ്ങ് പരത്തിയെടുക്കണം കേട്ടോ. ഇപ്പോൾ വീഡിയോ ലെങ്ത് കൂടിപ്പോകും എന്ന് വിചാരിക്കേണ്ട, കാരണം ഇത് ഫുള്ള് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഓരോന്നും കാണിക്കുന്നത് കേട്ടോ. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാകില്ല കേട്ടോ എന്താണെന്നുള്ളത്. ഇനി അടുത്ത അതിൻ്റെ പുറത്തും നേരത്തെ ഇട്ട ആ ഒരു പൊറോട്ടല്ല ചപ്പാത്തി ആയിട്ടുള്ളൂ. ഇപ്പോൾ അതിൻ്റെ മേളിലും ഇതുപോലെ എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. സൈഡിലേക്ക് ഒന്ന് നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ എഡ്ജിലേക്ക് നന്നായിട്ട് വീണേ എണ്ണ. നല്ലപോലെ എണ്ണ പുരട്ടി കൊടുത്തിട്ട് അതിൻ്റെ പുറത്തും നമുക്ക് ഇച്ചിരി പൊടിയങ്ങ് വിതറി കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. ഇനി ഈ ചപ്പാത്തി ഷീറ്റും ഈ മൈദയുടെ ഷീറ്റും ഇതിലേക്കങ്ങ് എടുക്കാം. ഈ ഓൾ പർപ്പസ് ഫ്ലോർ ആയിട്ടാണ് കണ്ടോ, ചപ്പാത്തിയുടെ ആ ഒരു കളറാണ്. അധികം ബ്ലീച്ച് ആയിട്ടില്ല എന്ന് തോന്നുന്നു, മൈദ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ആ പൊടിക്ക് അതുകൊണ്ടായിരിക്കാം, കുഴപ്പമില്ല. അതിൻ്റെ മേലിൽ ഈ അടുത്ത ചപ്പാത്തിയും അങ്ങെടുത്ത് വെച്ചു. ഇങ്ങനെ ഞാൻ എല്ലാം ഇട്ടു കേട്ടോ. 10 എണ്ണം ഉണ്ടായിരുന്നു എനിക്ക്. 10 ബോൾസും ഉരുട്ടി ഇതുപോലെ പരത്തി എണ്ണ പുരട്ടി അതിൻ്റെ മേളിൽ പൊടി ഇട്ടു, എന്നിട്ട് വച്ചു. അങ്ങനെ ഓരോ ലെയറും വച്ചിട്ട് ഇതിൻ്റെ പുറത്തൊരു റാപ്പർ ഉണ്ട്, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടി വെച്ചു. അതൊരു 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഞാനിനി 1 മണിക്കൂർ കഴിഞ്ഞ് വന്നു കേട്ടോ. അന്ന് ഈ ഷീറ്റ് മാറ്റിയിട്ട് എടുത്തിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഓരോ ചപ്പാത്തിയും ഇങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ. ഈ ഓരോ ഷീറ്റും ഇങ്ങനെ മൈദയ്ക്കും ഇതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഓരോ ഷീറ്റും ഇതുപോലെ വലിച്ചെടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ച് വയ്ക്കുക. നല്ലപോലെ കാണിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഓരോന്നും എടുക്കുക. നമ്മൾ ഓയിലും പൊടിയും ഇട്ട് വച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കില്ല. നന്നായിട്ട് വലിച്ചോളൂ. നല്ല തിന്നായിട്ട് ഇങ്ങനെ നീട്ടി വലിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ വലിഞ്ഞു വരും. എല്ലാം നല്ല പോലെ അങ്ങ് വലിച്ചെടുക്കുക. 1 മണിക്കൂർ ഇതിങ്ങനെ വെച്ചിരുന്നതുകൊണ്ട് അതും കൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. എന്നിട്ട് ഉള്ളം കൈയിലേക്ക് നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് വയ്ക്കാം. കണ്ടൊന്നും കൂടി ഞാൻ കാണിക്കാം. ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് നീട്ടി വലിച്ചെടുക്കുക. തിന്നായിട്ട്, ഇത് കട്ടിയാകരുത് കേട്ടോ, തിന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. നല്ല നീളത്തിന് വലിച്ചിട്ട് അങ്ങ് താഴെ വീണോട്ടെ, കുഴപ്പമില്ല. എൻഡിൽ എത്തുമ്പോൾ അതൊന്ന് വലിച്ചേക്കുക. എന്നിട്ട് കൈൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. ഇതുപോലെ അങ്ങ് ചുറ്റി എടുക്കുക. കാരണം നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് മാവ് കണ്ടോ ഇങ്ങനെ ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നുണ്ട്. അത്ര മാവിൻ്റെ സോഫ്റ്റ്നെസ്സാണ്, അത്ര നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് നീളത്തിന് വലിച്ചിട്ട് എടുക്കുക. നല്ലപോലെ വലിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് അങ്ങ് താഴേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ എടുത്താൽ മതി കേട്ടോ. കൈ ഒന്ന് പൊക്കിയിട്ട് എടുത്താൽ മതി. ഒട്ടിപ്പിടിക്കത്തൊന്നുമല്ല, ഒരു ലെയറും തമ്മിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. ഇത്ര ഈസി ആയിട്ട്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു മെത്തേഡിൽ ഞാൻ ചെയ്തപ്പോഴാണ് എനിക്ക് ശരിയായത്. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഇതുപോലെ എല്ലാ ചപ്പാത്തി എന്ന് പറയാൻ പറ്റുമോ, ആ ഓരോ ഷീറ്റ്സും ഇതുപോലെ തന്നെ നിരത്തി എടുത്ത് വെച്ചു കേട്ടോ. ഞാൻ ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഇപ്പോൾ തന്നെ നമുക്കിത് പരത്തി ചൂടാം. കയ്യിൽ കുറച്ച് ഒന്നും കൂടി ഓയിലൊന്നും കൂടെ ഒന്ന്
പുരട്ടിയിട്ട് നമുക്ക് ഓരോ ഇതും എടുത്ത് ആദ്യം വച്ചത് തന്നെ എടുക്കാം. എടുത്തിട്ട് ഇവിടേക്ക് വെച്ച് ഞാനിപ്പോൾ ഈ താഴെ വെച്ചിട്ട് ടേബിൾ ടോപ്പിൽ തന്നെ വെച്ചിട്ട് കുറച്ചിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിങ്ങോട്ട് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് കൈ വെച്ച് തന്നെ ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുക. നല്ലവണ്ണം പരത്തണം കേട്ടോ, നല്ല തിന്നായിട്ട് പരത്തണം. ഇത് മൈദ ആയതുകൊണ്ട് സംഗതി എന്താണെന്ന് അറിയാവോ, ഇങ്ങനെ പരത്തുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ലപോലെ അങ്ങ് പരത്തി കൊടുക്കുക. ഓയിൽ കയ്യിലോട്ട് പുരട്ടുക, നല്ല തിന്നായിട്ട് പരത്തണം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ലെയറൊന്നും വിട്ടു പോകത്തില്ല. എല്ലാം ഇങ്ങനെ ഇരുന്നാൽ പോലും നമ്മൾ ഇതിങ്ങനെ ചുട്ടെടുത്ത് കഴിയുമ്പോഴേക്ക് ലെയർ വിട്ട് വരും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും, പേടിക്കാനൊന്നുമില്ല. വേണമെങ്കിൽ ഒരു ചപ്പാത്തി റോൾ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് പരത്തി കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കല്ലാണെന്നുണ്ടെങ്കിൽ, ദോശക്കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കല്ലില്ലാത്തതുകൊണ്ട് ഞാനിത് എടുത്തത്. അത് ഓരോന്നും ഇങ്ങനെ നിരത്തിയത് അങ്ങോട്ട് വച്ച് കൊടുത്തു കേട്ടോ. വച്ചിട്ട് ചൂടായി വരട്ടെ. ഒരു സൈഡൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടാൽ മതി. ഇതിൻ്റെ പുറത്ത് ഇച്ചിരി നെയ്യ് പുരട്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ട് കിട്ടും. പൊറോട്ട നല്ല മൊരിഞ്ഞിട്ട് വരണമല്ലോ. ഈ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. തിരിച്ചിട്ടിട്ട് ചൂടാകുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് കാണാൻ പറ്റും. ഇതിങ്ങനെ പൊങ്ങി വരും. സോഫ്റ്റ് പൊറോട്ട ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊന്തി വരുന്നത് കാണാൻ പറ്റും. രണ്ട് സൈഡിലും ഗീ പുരട്ടിയിട്ട് നെയ്യ് പുരട്ടിയിട്ട് നമുക്കിങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. കല്ല് നല്ല ചൂടാവണം. ഇത് ഈ പാനിലെടുക്കുന്നതിനേക്കാൾ നമ്മുടെ ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല കല്ലുണ്ടല്ലോ, അതാണെങ്കിൽ നല്ല പോലെ ചുട്ടെടുക്കാൻ പറ്റും. നന്നായിട്ട് വരും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ വീശിയൊടിക്കുക ഒന്നും വേണ്ട. മാവ് കുഴയ്ക്കാനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. കുറച്ചധികം സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് മാത്രം. ചൂട് പാലിലാണ് കുഴയ്ക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടും, പൊറോട്ടയും കിട്ടും കേട്ടോ. നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്ത പൊറോട്ട ഇതുപോലെ തന്നെ ഒന്ന് നെയ്യ് പുരട്ടിയതിന് ശേഷം നന്നായിട്ട് പരത്തിയ കൈ കൊണ്ട് അല്ലെങ്കിൽ ചപ്പാത്തി റോൾ കൊണ്ട് നല്ലപോലെ പരത്തിയ പൊറോട്ടയിനകത്തേക്ക് ഇടുക. ഒരു സൈഡൊന്ന് ചൂടായി വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കല്ല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ പൊറോട്ടയും അതുപോലെ തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് നല്ല പൊന്തി വരും കേട്ടോ. കണ്ടതിങ്ങനെ പൊന്തി വരുന്നത് കാണാം. ഇനി രണ്ടെണ്ണം 2-3 ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ചൂടോട് കൂടി തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ലെയറെല്ലാം നല്ല ഇട്ട് വരും, നല്ല സോഫ്റ്റായിട്ട് വരും. കണ്ടോ, ഇത്രയും സോഫ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അത്ര നല്ല ക്ലിയറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.